ഇന്ന് നടന്ന ദഫേദാർ പ്രസ്മാൻ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഏതൊക്കെയാണ് ശരിയുത്തരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു എന്നാണ്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരമാണ്. ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നാണ് കണ്ടെത്തുന്നതാണ്. റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി BR അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ ആണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി. അപ്പം 4ന്റെ ആൻസർ ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി. അഞ്ചാമത്തെ ചോദ്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ്. ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. അപ്പോൾ സൂചനകൾ എന്തൊക്കെയാണ്? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. 6 ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഏഴാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുന്നതാണ്. ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് ഓപ്ഷൻ സി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളത് തെറ്റായിട്ടുള്ള സവിശേഷ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എട്ടാമത്തെ ചോദ്യം, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ ഡി പാർലമെന്റിലാണ്. 9ന്റെ ആൻസർ ഓപ്ഷൻ ഡി പാർലമെന്റ്. പത്താമത്തെ ചോദ്യം, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൗലിക കടമകളാണ്. ഓപ്ഷൻ ബി മൗലിക കടമകളാണ് ആൻസർ ആയിട്ട് വരുന്നത്. 11ാമത്തെ ചോദ്യം, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവിനെ തിരിച്ചറിയുന്നത് ആരാണ്? സമപന്തി ഭോജനം നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി അയ്യ വൈകുണ്ഠ സ്വാമികൾ. 12ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി? ഇതിനകത്ത് ഓപ്ഷൻ എ വേദാധികാര നിരൂപണം. 12ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 13ാമത്തെ ചോദ്യം, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുൽ കുരിപ്പിക്കും കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണ് എന്ന് തിരിച്ചറിയുന്നത്. ആരാണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുൽ കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി മഹാത്മാ അയ്യങ്കാളിയാണ് കേട്ടോ. 13ന്റെ ആൻസർ ഓപ്ഷൻ ഡി മഹാത്മാ അയ്യങ്കാളി. 14ാമത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്നതിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണ ജാഥ ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. എവിടെയാണ് സർവമത സമ്മേളനം നടത്തിയത്? ഓപ്ഷൻ സി ആലുവയിലാണ് കേട്ടോ. 16ാമത്തെ ചോദ്യം, എന്താണ് ബന്ധു ക്ലിനിക് എന്ന പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക് എന്ന പദ്ധതി? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം, സത്യം സമത്വം സ്വാതന്ത്ര്യം ഇതൊരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? സത്യം സമത്വം സ്വാതന്ത്ര്യം. ഏത് മലയാള പത്രത്തിനാണ്? ഓപ്ഷൻ ഡി മാതൃഭൂമിയുടെ ആപ്തവാക്യമാണ് കേട്ടോ. 18ാമത്തെ ചോദ്യം, ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ് 26 ജനുവരി 1950. 19ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി സർദാർ പട്ടേലാണ് കേട്ടോ. അപ്പോൾ 21ാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി
BR അംബേദ്കർ ആയിരുന്നു ആൻസറായിട്ട് വരുന്നത്. 22ാമത്തെ ചോദ്യം വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയായിട്ട് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ് കേട്ടോ. 23ാമത്തെ ചോദ്യം ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ എ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. 24ാമത്തെ ചോദ്യം എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റതാരാണ്? ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. 25 താഴെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഗതാഗതമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. 26ാമത്തെ ചോദ്യം കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പശ്ചിമഘട്ടമാണ്. 27ാമത്തെ ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെയാണ് വിവരിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി 742 ആണ് കേട്ടോ. 28ാമത്തെ ചോദ്യം സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ ബി തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ്. 29ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി സഹകരണ ബാങ്കാണ്. 30 കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ആണ് വി അബ്ദുൾ റഹ്മാനാണ്. 31 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് എൻ്റെ കേരളം എന്നും സുന്ദരം. 32 ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കേരളമാണ്. 33 ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആയിരുന്നു? ഓപ്ഷൻ സി ജാർഖണ്ഡ് ആണ്. 34 മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി ഋതുക്കളാണ്. 35 ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതെന്നാണ്? ഓപ്ഷൻ സി ഗോദാവരിയാണ്. 36 പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി കറുത്ത മണ്ണാണ്. 37 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഓപ്ഷൻ ബി അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയായിട്ട് വരുന്നത്. 38 ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ ആരവല്ലി നിരകളാണ്. 39 താഴെ പറയുന്നവൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലമാണ്. 40ാം ചോദ്യം കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതെന്നാണ് ചോദിച്ചത്. ഖാരിഫ് വിള ഏതാണ്? ഓപ്ഷൻ സി നെല്ലാണ് പ്രധാന ഖാരിഫ് വിള കേരളത്തിലെ. 41 കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി പാമ്പാറാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി. 42ാമത്തെ ചോദ്യം എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏത് ആണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായലാണ് ആൻസറായിട്ട് വരുന്നത്. 43 താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്ന് അറിയപ്പെടുന്ന പർവ്വത നിര ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടമാണ്. 44 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ വിനോദ നികുതിയാണ്. 45 സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാടാണ്. സൈലന്റ് വാലി പാലക്കാടാണ്. 46 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇടനാടാണ് വരുന്നത് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഇടനാടാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത് കേട്ടോ. 47 ഈ 46ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഇടനാടാണ് വരുന്നത്. തീരപ്രദേശമാണോ എന്നൊരു സംശയമുണ്ട്. ദേശീയപാതകളല്ലേ, അതുകൊണ്ടൊരു സംശയമുണ്ട്. നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. 47ാമത്തെ ചോദ്യം ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ. 48 ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി സുഭിക്ഷ കേരളമാണ്. 49 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ്? ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശിയാണ്.
50ാമത്തെ ചോദ്യം, ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിന്റെ 2025 ജേതാവാരാണ്? ഓപ്ഷൻ സി ഷാജി എൻ കരുണാണ്. ഷാജി എൻ കരുണാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊല്ലം ജില്ലയാണ്. 52ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. 52ന്റെ ആൻസർ ഓപ്ഷൻ സി വിഴിഞ്ഞം തുറമുഖമാണ്. 53, മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരാസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഡയഫ്രം ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. 54, ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജോഡികളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുമെന്നാണ്. അപ്പോൾ ആൻസർ പറയാം. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മുളക് ഉജ്ജ്വല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 54ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 55, മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കലല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേത് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മസനോബു ഷിക്കുവോക്കയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 56, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 20.9% ആൻസർ ആയിട്ട് വരുന്നത്. 57, താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ആകുന്നത് എന്ന് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ സി ആണ്. 58, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥനാണ്. 59, കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ഓപ്ഷൻ എ കല്ലേൻ പൂക്കുടനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ കല്ലേൻ പൂക്കുടൻ. 60ാമത്തെ ചോദ്യം, ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 8 എണ്ണമാണ് കേട്ടോ. 61, തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏതെന്നാണ് ചോദിച്ചത്. അലൂമിനിയത്തിൻ്റെ ധാതു ഇതാണ്. ഓപ്ഷൻ സി ക്രയോലൈറ്റ് ആണ് കേട്ടോ. 61. 62ാമത്തെ ചോദ്യം, ഒരു കലോറി ഈക്വൽ ടു ഡാഷ് ജൂൾ എന്നാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 4.2 ജൂൾ എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി 4.2 ജൂൾ എന്നാണ്. 63, പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെ ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു എന്നാണ്. ഏതിലൂടെയാണ്? ഓപ്ഷൻ എ തറയിലൂടെയാണെന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. 64, മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി കിലോഗ്രാം ആണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് വരുന്നത്. 65, ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റൽ മിഷനാണ്. 66, താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹാൻകാങ് ആണ് വരുന്നത് കേട്ടോ. ബന്ധമില്ലാത്തത്. 67, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറയാണ്. 68, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കാവുന്ന ജീവിതശൈലി രോഗം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അമിത രക്തസമ്മർദ്ദമാണ്. 69ാമത്തെ ചോദ്യം, എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. 70ാമത്തെ ചോദ്യം, ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ഹീമോഫീലിയാണ്. 71, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത് എന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ ആണ് വരുന്നത്. 72, ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി BCG വാക്സിൻ ആണ് കേട്ടോ. 73, താഴെ പറയുന്നതിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി മലേറിയയാണ് വരുന്നത്. 74ാമത്തെ ചോദ്യം, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതെന്നാണ് വെച്ചത്. ഏതാണ് പദ്ധതി? ഓപ്ഷൻ ഡി ആരോഗ്യ കിരണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 75, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷനിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായമാണ്.
വരുന്നത്. 76ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 77 2024 പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? 2024 പാരീസ് പാരാലിമ്പിക്സിലാണ് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി, ചൈനയാണ് കേട്ടോ. 77 ചൈനയാണ്. 78 വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ എ, കേരളമാണ്. നമ്മുടെ സ്വന്തം കേരളമാണ്. 79 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി, തിരുവനന്തപുരം നോർത്ത് കേട്ടോ. 80ാമത്തെ ചോദ്യം, 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി, MSC ക്ലോഡ് ഗിറാർഡെറ്റ് ആണ് കേട്ടോ. ഇനി മാത്സ് ആണ് വരുന്നത്. 81ാമത്തെ ചോദ്യം, 8.5 × 6.3 = K ആണെങ്കിൽ Kയുടെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 53.55 ആണ് വരുന്നത്. 82 മാത്സ് അങ്ങ് പറഞ്ഞു പോകണം. 82ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 15 ആണ് വരുന്നത്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 5 ആണ് വരുന്നത് കേട്ടോ. 84ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1800 മീറ്റർ ആണ് വരുന്നത്. 85ൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ എ ആണ്, 448 രൂപയാണ് വരുന്നത്. 86ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 1.01 ആണ് വരുന്നത്. 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 200 ലിറ്റർ ആണ് വരുന്നത്. 88ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 0.35 ആണ് വരുന്നത്. 89ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 25 റൺസ് ആണ് വരുന്നത്. 90ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 12 ആണ് വരുന്നത്. 91ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 37 ആണ് വരുന്നത്. 92ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, SFNB ആണ് വരുന്നത്. 93ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വൃത്തമാണ് വരുന്നത്. 94ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ, 24 വയസ്സാണ് വരുന്നത്. 95ൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? 95ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 2 ആണ് വരുന്നത്. 96ൻ്റെ ആൻസർ ഓപ്ഷൻ സി, 21 ആണ് വരുന്നത്. 97ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2, 4 മാത്രം ശരി എന്നുള്ളതാണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്, 48 ആണ് 98ൻ്റെ ആൻസർ വരുന്നത്. 99ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്, 5, 2, 1, 4, 3. ഓപ്ഷൻ എ ആണ് 99ൻ്റെ ആൻസർ വരുന്നത്. 100ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 2 കിലോമീറ്റർ വടക്ക് എന്നിവയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നടന്ന പ്രസ്മാൻ ദഫേദാർ ആയ പോലുള്ള LGS ലെവൽ ബേസ് ചെയ്തുള്ളൊരു പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്ത്. ഈ പരീക്ഷ എഴുതി നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മാക്സിമം ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ്. അതുപോലെ തന്നെ പരീക്ഷ എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നല്ലൊരു പരീക്ഷയാണ്, LGS ലെവലായ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നല്ല മാർക്ക് എല്ലാവരും സ്കോർ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ട മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഓൾ.